കരുണയുള്ള ദൈവമേ, അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുവചനം ഉള്ളതിൻവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. അടിയങ്ങളെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന് മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷം അറിയിക്കുവാനുള്ള പദവി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. സുവിശേഷ വേലയിൽ നമ്മളെ സഹായിക്കുവാൻ ദൂതന്മാരുടെ സഹായമുണ്ട്. വിവിധ നിലകളിൽ ദൂതന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ സുവിശേഷം അറിയിക്കുവാനുള്ള പദവി ദൈവം നമുക്കാണ് നൽകിയിരിക്കുന്നത്. മഹോദരവ കാലത്ത് സുവിശേഷം പറയുവാൻ ദൈവം ഒരു ദൂതനെ ഏൽപ്പിക്കും. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കും. നിത്യസുവിശേഷം അഥവാ എവർലാസ്റ്റിംഗ് ഗോസ്പൽ എന്നാണ് ആ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇന്ന് സുവിശേഷം കേട്ട് അതിനെ വിശ്വസിച്ച് അനുസരിക്കാത്തവർക്ക് ദൈവം ശിക്ഷാവിധി കൊടുക്കും എന്നുള്ളത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ നാം അറിയിക്കുന്ന സുവിശേഷം ഏത് സുവിശേഷമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിനാണ് കഴിഞ്ഞ ആഴ്ചയിൽ വിവിധ തരത്തിലുള്ള സുവിശേഷത്തെക്കുറിച്ച് ഓർപ്പിച്ചത്. നമ്മളുടെ ബൈബിളിൽ ഇതെല്ലാം ഇടകലർത്തി എഴുതിയിരിക്കുന്നത് കൊണ്ട് വകതിരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതെല്ലാം വെവ്വേറെ എഴുതിയിരിക്കുന്ന വേദപുസ്തകം ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ അവൈലബിൾ ആണ്. യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ളത്, പുതിയ നിയമത്തിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, 1050 നിയമങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതെല്ലാം പ്രത്യേകം എഴുതിയിട്ടുള്ള ബൈബിൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ബുക്ക് വാങ്ങിക്കാൻ കിട്ടും. സുവിശേഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വായിക്കാൻ കിട്ടും. പക്ഷെ നമ്മൾ ഈ ബൈബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബൈബിൾ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഒരു സ്റ്റഡി ബൈബിൾ കിട്ടിയാൽ, അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പലർക്കും അത് പ്രയാസമായി തീരും. അതുകൊണ്ടാണ് ഇങ്ങനെ വകതിരിച്ച് പറഞ്ഞു തരേണ്ടി വരുന്നത്. 6 തരത്തിലുള്ള സുവിശേഷങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ വേദപണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത് ബൈബിളിൽ പല യുഗങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്ന സുവിശേഷങ്ങൾ 7 തരത്തിലുള്ള സുവിശേഷങ്ങൾ ഉണ്ടെന്നാണ്. അവരതിൽ ഓർപ്പിക്കുന്ന ഒരു സുവിശേഷത്തെ കുറിച്ചുകൂടെ അറിവിന് വേണ്ടി മാത്രം ഞാൻ ഓർപ്പിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം, ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6 ഓൺവേഴ്സ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക കാര്യം എഴുതിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. വായിച്ചാട്ടെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യനെയോ മതി. ഇവിടെ നോക്കുക, വേറൊരു സുവിശേഷം കേട്ട് ഗലാത്യയിലുള്ള വിശ്വാസികൾ
സത്യസുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടവന്നു. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഈ കൃപയുടെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, അതാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ആ സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. കാരണം യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത്, ശിഷ്യന്മാരുടെ ആരംഭകാലത്ത് അവരെല്ലാം അറിയിച്ചിരുന്ന സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമായിരുന്നു, കിങ്ഡം ഗോസ്പൽ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. യോഹന്നാൻ സ്നാപകനും അത് തന്നെ പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് സുവിശേഷിക്കുവീൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 4 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ യേശുക്രിസ്തു അറിയിച്ച സുവിശേഷം രാജ്യത്തിന്റെ സുവിശേഷമാണ്. രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ദൈവരാജ്യം എന്ന് പറഞ്ഞത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ്. യേശുക്രിസ്തു ഭൂമിയുടെ രാജാവായിട്ട് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. ആ വാഴ്ചയിലേക്കുള്ള പ്രവേശനം ലഭിക്കുവാൻ മാനസാന്തരം ആവശ്യമാണെന്നാണ് പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് പാപങ്ങളെ കഴുകിക്കളയണം. അതായിരുന്നു അന്ന് വെച്ചിരുന്ന വ്യവസ്ഥ. അത് പാപമോചനത്തിനുള്ള സ്നാനമായിരുന്നു. ആ സ്നാനമല്ല ഇന്ന് നാം നടത്തുന്ന സ്നാനം. അതുകൊണ്ടാണ് പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമെന്ന് പറഞ്ഞ് പല സഭകളിലും സ്നാനം നടത്തുന്നത്. പാപമോചനത്തിന് വേണ്ടിയാണ്. നമ്മൾ നടത്തുന്ന സ്നാനം പാപമോചനത്തിന് വേണ്ടിയല്ല, പാപം മോചിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ദൈവമക്കൾ അവരുടെ പഴയ മനുഷ്യനെ അവന്റെ സ്വഭാവത്തോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ച് പുതിയ ജീവിതത്തിൽ നടക്കുന്ന പ്രക്രിയയാണ് സ്നാനം. യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച്, അഥവാ പാപസംബന്ധമായി മരിച്ച്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന അവസ്ഥ. ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. അതിനു മുമ്പ് ക്രിസ്തുവിന്റെ സുവിശേഷം അല്ല പ്രസംഗിച്ചത്, രാജ്യത്തിന്റെ സുവിശേഷമാണ്. അത് ഞാൻ പറഞ്ഞത് ചിലർക്കൊക്കെ അത്ര വ്യക്തമായി മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നുകൂടെ അത് ഓർപ്പിച്ചതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിച്ചാട്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 32. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും അവന്റെ കൃപയുടെ വചനം, ഗോസ്പൽ ഓഫ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയുടെ വചനം, അതാണ് ഇന്ന് നാം പ്രസംഗിക്കുന്ന ആ സുവിശേഷം. ഏത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് നാം ഓർത്തിരിക്കണം. ഗലാത്യ സഭയിൽ അവർ വീണ്ടും രാജ്യത്തിന്റെ സുവിശേഷം പലരും പ്രസംഗിക്കാൻ തുടങ്ങി. ഈ എത്രയും പെട്ടെന്ന് യേശുക്രിസ്തു വന്ന് രാജ്യം യഥാസ്ഥാനത്താക്കും, 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും, അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം എന്നുള്ള സുവിശേഷം പലരും പറയാൻ തുടങ്ങി.
അതുകൊണ്ടാണ് വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞു പോകുവാൻ ഇടയായല്ലോ എന്ന് പറഞ്ഞത്. എന്നാൽ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അതല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 2 Corinthians chapter 4 verse 4. വായിക്കാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. 2 Corinthians 2 Corinthians. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. കണ്ടോ? ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതാണ് ഇന്ന് നാം പ്രസംഗിക്കുന്ന സുവിശേഷം. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കുന്നു വിശ്വാസത്താൽ. അങ്ങനെ പാപമോചനം ലഭിച്ച വ്യക്തികൾ ദൈവരാജ്യത്തിന് അവകാശികളാണ്. അവർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെടുകയും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുകയും ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാൽ അത് കുറച്ചുകൂടെ വ്യക്തമാകും. 1 Corinthians chapter 15 verses from the beginning. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വ്യർത്ഥമല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനോട് ഏകീഭവിക്കാൻ വേണ്ടിയാണ് നാം ഇന്ന് സ്നാനമേൽക്കുന്നത്. ആ സുവിശേഷമാണ് ഇന്ന് നാം പ്രസംഗിക്കുന്നത്. ആ സുവിശേഷം വിശ്വസിക്കാതിരുന്നാൽ ന്യായവിധിക്ക് പാത്രമാകും. അങ്ങനെ ന്യായവിധി കൊടുക്കുവാൻ ദൂതന്മാരെ കൂടെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2 Thessalonians chapter 1 verse 6 and 7. 2 Thessalonians chapter 1 verse 6. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, അടുത്ത വാചകം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ദൈവസന്നിധിയിൽ നീതിയായിട്ടുള്ള ഒരു കാര്യം, യേശു ക്രിസ്തു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. എന്തിനാണ്? ഇന്നിവിടെ പീഡ അനുഭവിക്കുന്ന നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ പീഡിപ്പിച്ചവർക്ക് പ്രതികാരം കൊടുക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അവർ വന്നിട്ട് ശിക്ഷിക്കുന്നത് ഈ സുവിശേഷം അനുസരിക്കാത്തവരെയാണ്. 10-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഈ ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരുന്നത്
നമ്മളെ പീഡിപ്പിച്ചവർക്ക് പ്രതികാരം കൊടുക്കുവാൻ, പീഡ അനുഭവിച്ച നമുക്ക് ആശ്വാസം തരുവാൻ രണ്ട് കാര്യങ്ങൾ ദൂതന്മാരവിടെ ചെയ്യും. ഒന്ന്, ഭൂമിയുടെ അറുതി മുതൽ അറുതി വരെ ദൈവമക്കളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ദൈവസന്നിധിയിൽ നമ്മളെ ആകാശമേഘങ്ങളിൽ കൊണ്ടുപോകും. പീഡിപ്പിച്ച ദുഷ്ടന്മാരെ കള പറിച്ചു മാറ്റുന്നത് പോലെ അവരെ മുഴുവൻ തീയിൽ നശിപ്പിച്ചു കളയും. എല്ലാ ഇടർച്ചകളും ഇല്ലാതാക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41-42 വാക്യങ്ങൾ കൂടെ വായിക്കാമോ? മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 41 and 42. മനുഷ്യപുത്രൻ, അതല്ലേ? അതെ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. അവൻ എല്ലാ ഇടർച്ചകളെയും മാറ്റും. ദുഷ്ടന്മാരെ എല്ലാം കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അപ്പോൾ തന്നെ പീഡ അനുഭവിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ആശ്വാസം നൽകാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ശക്തിയുള്ള ദൂതന്മാർ ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ പല ഗണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ശക്തിമാന്മാരായ ചില ദൂതന്മാരുണ്ട്. അതൊരു ഗ്രൂപ്പാണ്. അവര് പ്രതികാരം ചെയ്യാൻ വേണ്ടി ദൈവമാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഈ ആതങ്കവാദികളെയും ടെററിസ്റ്റുകളെയും എല്ലാം ഇല്ലാതാക്കി 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇവരെയെല്ലാം ഇല്ലാതാക്കി ഒരു ശുദ്ധീകരണം നടത്തും. എന്നിട്ടാണ് യേശുക്രിസ്തു ഭൂമിയുടെ രാജാവായിട്ട് ലോകത്തിൽ ഭരണം നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ദൈവം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രയേലിനെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയായിരുന്നു. ഈ ലോകത്തിൽ നിന്ന് മല്ലന്മാരെയൊക്കെയും നിഗ്രഹിക്കാനാണ് അവരെ തിരഞ്ഞെടുത്തത്. തീവ്രവാദികളെ ഇല്ലാതാക്കുവാൻ ദൈവം അവരെ ആക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാൻ. അതിൽ ഒരു പങ്ക് നമുക്കുമുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഏത് തീവ്രവാദിയെയും സുവിശേഷം നിമിത്തം ക്രിസ്തുവിൽ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ തോറും സകല ദുഷ്ടന്മാരെയും ഇല്ലാതാക്കുമെന്ന് 101-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ സുവിശേഷ പ്രവർത്തനം മൂലം, നാം സാക്ഷ്യം പറയുന്നത് മൂലം ഓരോ ദുഷ്ടന്മാരെ ഇല്ലാതാക്കി അവരെ നല്ലവരാക്കി മാറ്റുകയാണ്. ഒരുത്തൻ ദുഷ്ടത വിട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ദുഷ്ടൻ ഇല്ലാതായി തീരുകയാണ്. ഒരുവൻ നല്ലവനായി മാറുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ദുഷ്ടതയും ഇടർച്ചയും ഇല്ലാതാകുകയാണ്. എന്നാൽ അങ്ങനെ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു. ദൂതന്മാർ കടന്നു വരുമ്പോൾ അവര് ഈ ദുഷ്ടന്മാരെ എല്ലാം തീയിലിട്ട് നശിപ്പിച്ചു കളയും. അതിനുവേണ്ടി ദൈവിക ന്യായവിധിയുടെ സിംഹാസനം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തെ കുറിച്ചുകൂടെ ഞാനൊന്ന് തൊട്ട് പറയാം. ദൈവത്തിന്റെ ന്യായവിധിയുടെ സഞ്ചാര സിംഹാസനമുണ്ട്. അത് എവിടെ ന്യായം വിധിക്കണോ അവിടെ ദൈവം ആ സിംഹാസനം വയ്ക്കുകയും ന്യായവിധി നടത്തുകയും ചെയ്യും. ന്യായവിധിയുടെ സിംഹാസനത്തെ കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാനത് ചുരുക്കം ചില വാക്കുകളിൽ മാത്രം ഓർപ്പിക്കാം. ദൈവത്തിന്റെ ന്യായവിസ്താര സഭ, ആ സിംഹാസനം വഹിക്കുന്ന കെരുബുകളുണ്ട്. സഞ്ചാര സിംഹാസനം വഹിക്കുന്ന കെരുബുകളുണ്ട്. ഒന്നാമത് സ്വർഗത്തിൽ ന്യായവിസ്താര സഭ ഇരുന്നു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ തലമുടി ഹിമം പോലെ വെണ്മയുള്ളത്, കണ്ണ് അഗ്നിജ്വാല. അവന്റെ മുമ്പിൽ ഒരു അഗ്നി നദി പുറപ്പെട്ടൊഴുകി. ഇതെല്ലാം ദാനിയേൽ പ്രവചനത്തിലെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂസിഫറും കൂട്ടരും തെറ്റ് ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ
ദൈവത്തിനെതിരായിട്ട് റിബലായിട്ട് നിന്നപ്പോൾ അവരെ വിസ്തരിച്ച് നരകത്തിലാക്കി, പാതാളത്തിലാക്കിയിരിക്കുകയാണ്. അതിനുശേഷം ഭൂമിയിൽ മനുഷ്യരെ ദൈവമാക്കി. ദൂതന്മാർ തെറ്റിപ്പോയ സ്ഥാനത്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ച മനുഷ്യർ ഈ ഭൂമിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി. എന്നാൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്നത് ഈ ലൂസിഫറിനോട് കൂടെ ഉണ്ടായിരുന്ന ദൂതസഞ്ചയങ്ങൾ. ലൂസിഫറിനെ അവന്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട 7 ദൂതന്മാരെയുമാണ് ദൈവം നരകത്തിലാക്കിയത്, പാതാളത്തിൽ അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് യഹൂദന്മാരുടെ ചരിത്രത്തിലൊക്കെ പറയുന്നത്. അത് നേതാക്കന്മാരായ ദൂതന്മാർ. അത് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. എന്നാൽ സ്വർലോകങ്ങളിലെ ഈ ദുഷ്ടാത്മസേനകൾ, അവനോട് കൂടെ ഉണ്ടായിരുന്ന ദൂതസഞ്ചയങ്ങൾ സ്വർഗത്തിലെ ദൂതന്മാരിൽ ഒരു ഗ്രൂപ്പിനെ കൂടെ ഇവരുടെ കൂടെയാക്കി. അവരെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട്. ബേസബൂലെ, അബ്ദോനെ, മാമോനെ, അസലേൽ, ഇങ്ങനെയൊക്കെയുള്ള ദൂതന്മാര് ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയ ദൂതന്മാരാണ്. സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ, വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരാണ്. അവരിൽ ബാൽ എന്ന് പറയുന്ന ദൈവത്തെ വേദപുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ബേസബൂൽ. അപ്പോൾ ഈ ദൂതൻ വന്നിട്ടാണ് മനുഷ്യരെ തെറ്റിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അത്രയും വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ന്യായവിസ്താര സഭയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ലോക ചരിത്രത്തിൽ ഒന്നാമത്തെ നീതിന്യായ കോടതി കൂടിയത് ഏദൻ തോട്ടത്തിലാണ്. യഹോവയായ ദൈവം ന്യായാധിപനായിട്ടിരുന്നു. മനുഷ്യനെ വിസ്തരിച്ചു. 2 വക്കീലന്മാര് വാദിക്കുന്നുണ്ട്. ദൈവനീതിയും ദൈവസ്നേഹവും. ദൈവ നീതിയാകുന്ന വക്കീല് വാദിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, പാപത്തിന്റെ ശമ്പളം മരണം. ഈ 2 നിത്യനിയമങ്ങൾ കൊണ്ട് പാപം ചെയ്ത ഈ മനുഷ്യനെ മരണശിക്ഷ കൊടുക്കണം, അവനെ നശിപ്പിച്ചു കളയണം. ദൈവസ്നേഹമാകുന്ന വക്കീൽ വാദിക്കുകയാണ്, ദൈവം സ്നേഹം തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ 2 നിത്യനിയമങ്ങൾ വച്ച് തെറ്റ് ചെയ്ത മനുഷ്യനെ ദൈവസ്നേഹത്തിലൂടെ രക്ഷിക്കണം. നീതിമാനായ ദൈവം ഒരു പ്രഖ്യാപനം നടത്തി. ദൈവനീതി പറഞ്ഞത് വളരെ ശരിയാണ്. പാപം ചെയ്ത മനുഷ്യൻ മരണയോഗ്യനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി അവനിൽ നിവർത്തിക്കപ്പെടണം. മനുഷ്യൻ മരിക്കണം. തെറ്റുകാരനായ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യണം. എന്നാൽ ദൈവസ്നേഹം പറഞ്ഞതും അതുപോലെ തന്നെ നിവർത്തിയാക്കപ്പെടണം. അതും വളരെ കറക്റ്റാണ്. ദൈവസ്നേഹത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ 2 നിയമങ്ങളും തമ്മിൽ കീഴ്പ്പെടത്തില്ലെങ്കിലും, ദൈവനീതിയും ദൈവസ്നേഹവും ഒന്നിനൊന്ന് കീഴ്പ്പെടാത്ത 2 ഘടകങ്ങളാണ്. എങ്കിലും ദൈവസ്നേഹിക്കപ്പെടണം. അതിനെന്താണ് ചെയ്തത്? മനുഷ്യനെ വിസ്തരിച്ചപ്പോൾ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിന്നോട് നീ എന്നോട് കൂടെ ഇരിക്കേണ്ടതിന് തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചു, നീ വൃക്ഷഫലം തിന്നുവോ? അവളുടെ മറുപടി, പാമ്പെന്നെ വഞ്ചിക്കയാൽ ഞാൻ തിന്നുപോയി. അതുകൊണ്ട് പാമ്പിന് ശിക്ഷ കൊടുത്തു, സ്ത്രീക്ക് ശിക്ഷ കൊടുത്തു, മനുഷ്യന് ശിക്ഷ കൊടുത്തു. ആ സാത്താനാണ് ഇവിടെ പാമ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ആലങ്കാരികമായിട്ട് പല വാക്കുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അത് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മൗസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും തട്ടുംപുറത്തായിരുന്നു മൗസ് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മുടെ മേശപ്പുറത്താണ് മൗസ് വെക്കുന്നത്.
ഇന്ന് മൗസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നെറ്റെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നെറ്റിനെ കുറിച്ചാണ്. ഇന്ന് നെറ്റെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് നെറ്റ് മനസ്സിലാകുന്നത് വേറൊരു രീതിയിലാണ്. നെറ്റ്വർക്കിനെ കുറിച്ചാണ് അവർക്കറിയാവുന്നത്. ഇങ്ങനെ ഓരോ വാക്കുകളും ഓരോ കാലത്ത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം വാക്കുകൾ നമുക്കറിയാം. അതെല്ലാം പറയാനായിട്ടല്ല. അന്ന് പാമ്പ് എന്ന് പറയുന്നത് പഴയ പാമ്പായ സാത്താൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താനെ വിസ്തരിച്ചു. സ്ത്രീക്ക് ശിക്ഷ കൊടുത്തു, പാമ്പിന് ശിക്ഷ കൊടുത്തു, മനുഷ്യന് ശിക്ഷ കൊടുത്തു. എന്നാൽ ദൈവം പറഞ്ഞു ദൈവനീതി നിവർത്തിക്കപ്പെടണം, ദൈവസ്നേഹവും നിവർത്തിക്കപ്പെടണം. അതുകൊണ്ട് മനുഷ്യന്റെ തെറ്റിന്റെ ശിക്ഷയായ മരണം ദൈവപുത്രൻ സ്വയം സ്വീകരിച്ച് മനുഷ്യർക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുക്കുകയും ആ ശിക്ഷ അവർക്ക് വേണ്ടി ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് അനുതപിച്ച് തെറ്റിൽ നിന്ന് അനുതപിച്ച് വരുന്നവർക്ക് ക്രിസ്തുവിലൂടെ രക്ഷ നൽകുകയും ചെയ്യണം. അതാണ് ദൈവസ്നേഹം നിവർത്തിക്കപ്പെട്ടത്. അങ്ങനെ ദൈവനീതിയും ദൈവസ്നേഹവും ഒരുപോലെ നിവർത്തിക്കപ്പെട്ട ഇടമാണ് കാൽവറി. അങ്ങനെ ന്യായവിസ്താര സഭ ഏദൻ തോട്ടത്തിൽ കൂടി മനുഷ്യനെ വിസ്തരിക്കുന്നു. ഈ വിസ്താര സഭയെക്കുറിച്ച് നിങ്ങൾ ബൈബിളിൽ നോക്കിക്കേ. സങ്കീർത്തനം 9:4 ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. 103-ാം സങ്കീർത്തനം 19-ാം വാക്യം ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം, ന്യായവിധിയുടെ സിംഹാസനം, അത് സ്വർഗത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ന്യായവിധി നടത്തുമ്പോഴൊക്കെയും ചിലപ്പോൾ ഭൂമിയിൽ ദൈവം തന്റെ സിംഹാസനം സ്ഥാപിച്ച് തെറ്റ് ചെയ്യുന്നവരെ ന്യായവിധി കൊടുത്തിട്ടുണ്ട്. കാൽവറിയിൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ഞാൻ പറഞ്ഞു, ഈ 4 ദൂതന്മാരെ ബന്ധിച്ച് യൂഫ്രട്ടീസ് നദിയുടെ തീരത്താക്കിയിരിക്കുകയാണ്. ഇനി യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടുമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. പോകട്ടെ, ഇനി മുന്നോട്ട് പോയാൽ ഇതാ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നിട്ടുള്ള ദൈവമക്കളെ ന്യായമായിട്ട് വിധിക്കാൻ വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അത് ക്രിസ്തുവിന്റെ ന്യായാസനമെന്നാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ന്യായാസനമല്ല. അത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ന്യായമായിട്ട് വിധിച്ച് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയുള്ള ന്യായവിസ്താര സഭയാണ്. അവിടെ ദൈവമക്കളെയാണ് ന്യായം വിധിക്കുന്നത്. അവരുടെ സർവീസിനനുസരിച്ച് അവർക്ക് പ്രതിഫലം കിട്ടും. ചെയ്ത പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് അവിടെ അവർക്ക് ലഭിക്കുന്നത്. നാം ഇവിടെ നിന്നും കാഹളനാദത്തിങ്കൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നടക്കാൻ പോകുന്നത് ദൈവമക്കളെ വിസ്തരിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതാണ്. മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിച്ച ദൈവമക്കൾക്ക് ജീവകിരീടം ലഭിക്കും. അങ്ങനെയുള്ളവരാണ്, വിശ്വസ്തയോടെ ജീവിച്ചവരാണ് അവിടെ എത്തുന്നത്. അവരുടെ പ്രവൃത്തിക്ക് അടുത്ത പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി നന്നായിരുന്നാൽ നല്ല പ്രതിഫലം നമുക്ക് ലഭിക്കും. ദൈവത്തെ സ്നേഹിച്ച്, ദൈവമക്കളെ സ്നേഹിച്ച്, സഭയെ സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്ത് പ്രവർത്തിച്ച് കൂട്ടു സഹോദരങ്ങൾക്ക് സൽപ്രവർത്തികൾ അവരോട് സ്നേഹമായിട്ട് ഇടപെട്ട് വാക്കുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരെ വാക്കുകൊണ്ട് താങ്ങുകയും എല്ലാ നിലയിലും ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ധാരാളം ദൈവമക്കളുണ്ട്.
നമ്മുടെ സഭയിലുമുണ്ട്. അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ ലഭിക്കും. ഇങ്ങനെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ദൈവമക്കളുണ്ട്. അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. ഇങ്ങനെ പല പല നിലകളിൽ പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. നമ്മുടെ ടൈം നമുക്ക് തന്നത്, ഇത്രയും കാലം ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചു. ആ കാലത്ത് നമ്മൾ ഭംഗിയായിട്ട് ആ സമയം വിനിയോഗിച്ചാൽ അതിനും പ്രതിഫലമുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിലുണ്ട്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ദൈവം നമുക്ക് തരുന്ന സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ ഉത്സാഹിക്കണം. അതിനെല്ലാം നമുക്ക് പ്രതിഫലമുണ്ട്, മറന്നു പോകരുത്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലം കിട്ടും ദൈവസന്നിധിയിൽ. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. തേസിന്റെ സിംഹാസനം എന്ന് പറയുന്ന ഒരു ന്യായവിധിയുണ്ട്. അത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഭൂമിയിൽ നടക്കുന്ന ഒരു ന്യായവിധിയാണ്. അന്നുള്ള മനുഷ്യരെ എല്ലാം തേസിന്റെ സിംഹാസനം മുമ്പിൽ കൂട്ടിവരുത്തും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 41 തൊട്ടുള്ള വാക്യങ്ങളിൽ കാണാം. അവിടെ ന്യായം വിധിക്കുന്നത് ദൈവത്തോടും ദൈവമക്കളോടും നല്ല രീതിയിൽ പ്രവർത്തിച്ചവരെയെല്ലാം വലത്തേക്ക് മാറ്റി നിർത്തും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. ഇടത്തുള്ളവരെ തള്ളിക്കളയും. അത് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇനിയും ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം, അതിന്റെ 6-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കാമോ? റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 6 ഓൺവേഴ്സ്. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് യഹൂദന്മാർക്ക് വേണ്ടിയാണ് ദൈവം അത് ഒരുക്കിയിരുന്നതെന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധന്മാർ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. അതിനുള്ള ഭാഗ്യം ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അതുവരെ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സാത്താനെ അഗാധത്തിൽ പൂട്ടിയിടും. 1000 ആണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവനെ അഴിച്ചുവിടത്തുള്ളൂ. ഇനിയും 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തിനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. നോക്കുക, പുസ്തകങ്ങൾ തുറന്നു. ഓർമ്മയുടെ പുസ്തകം, ജീവന്റെ പുസ്തകം, വേദപുസ്തകം. ഈ പുസ്തകങ്ങളൊക്കെ അവിടെ തുറക്കപ്പെടും. സുവിശേഷം അനുസരിച്ചാണ് ന്യായവിധി വരുന്നത്. ഈ സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുന്നതെന്ന് പൗലോസ് പ്രത്യേകം റോമാലേഖനം 2-ാം അധ്യായത്തിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സ് 31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു.
അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ദൈവം അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ. യേശുക്രിസ്തുവാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത്. അതിന്റെ മുകളിലത്തെ വാക്യം 30-ാമത്തെ വാക്യം നോക്കിയാൽ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഈ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുക. ആ കൽപ്പന അനുസരിക്കാതെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ അവരെ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ആ ദിവസത്തിലാണ് തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി കർത്താവ് ഇറങ്ങി വരുന്നത്, അവരെ ന്യായം വിധിക്കുവാൻ. ന്യായം വിധിക്കുവാനായിട്ട് യേശുക്രിസ്തുവിനെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം കൂടെ വായിക്കാമോ? ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്തെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ക്രിസ്തുവിനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയുടെ ചുമതല ദൈവം യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം കൂടെ വായിച്ചു നോക്കിയാട്ടെ. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 48. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച ഈ വചനങ്ങൾ തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. നോക്കുക, ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഇന്ന് സംസാരിച്ച ഈ വചനങ്ങൾ അന്ന് ന്യായം വിധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കും. ഇന്ന് സുവിശേഷം പറഞ്ഞിട്ട് കേൾക്കാതെ വന്നാൽ അതിന് ആ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ ഈ പുസ്തകം കൂടെ തുറക്കപ്പെടും. ഇന്ന് പറഞ്ഞ സുവിശേഷം, ആ സുവിശേഷത്തിനനുസരിച്ചായിരിക്കും ന്യായവിധി നടത്തുന്നത്. നമ്മൾ ലോകത്തെ വിധിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ചുമതലപ്പെടുത്തും. അതിനുവേണ്ടിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടെ ദൈവം നമുക്ക് നൽകും. എഴുതിയ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാട്ടെ. 2 Corinthians chapter 6 വേഴ്സ് 2 and 3. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തുവല്ലോ. സോറി, ഒരു മിനിറ്റ്. 1 Corinthians, സോറി, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? അടുത്ത വാചകം, ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? കാര്യങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ലോകത്തെ വിധിക്കുന്നത്? ഈ ലോകത്തെ വിധിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഇനി നമ്മളെയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഈ ലോകത്തെ വിധിക്കാൻ പോകുന്നത്. അടുത്ത വാചകം കൂടെ വായിച്ചാട്ട്. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൂതന്മാരെ പോലും വിധിക്കാൻ ദൈവം നമ്മളെയാണ് ഏൽപ്പിക്കുന്നത്. ദൂതന്മാരുടെ കാര്യമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയുള്ള ദൂതന്മാർ കടന്നു വരുന്നത് സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കാനാണ്. എന്നാൽ ദൈവമക്കൾ ദൂതന്മാരെ വിധിക്കും. ഏത് ദൂതന്മാരെ വിധിക്കുന്നതെന്ന് താഴോട്ട് എഴുതിയിട്ടുണ്ട്. സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ, വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, അവരെ വിധിക്കാനുള്ള
അവകാശം ദൈവമക്കൾക്കാണ്. താഴോട്ടുള്ള വാക്യം വായിച്ചാട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സെയിം ചാപ്റ്റർ തന്നെ അല്ലേ? അതെ. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? 14 വാക്യം വായിച്ച്. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് യേശുവിന്റെ അവയവങ്ങളാക്കുമോ? 1 കൊരിന്ത്യർ 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതിന്റെ 14-ാമത്തെ വാക്യം, ദൂതന്മാരെ നമ്മൾ വിധിക്കും. ഏത് ദൂതന്മാരെയാണ് വിധിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം. മരണത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കൂടെ തീപ്പൊയ്യിൽ തള്ളിയിടും. അത് ഈ തീപ്പൊയ്ക എന്താണെന്ന് അതിന്റെ മുകളത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് ദൈവം തീപ്പൊയ്ക ഒരുക്കിയിരിക്കുന്നത്. ഈ ദൂതന്മാർക്ക് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ആത്മാവിനെ ദൈവം കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കും ദൈവം ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്. ആത്മാവെന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ചെറിയൊരു കണികയാണ്. നമ്മുടെ തലച്ചോറിൽ അത് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നശിക്കത്തില്ല, അതിന് മരണമില്ല. ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ പേടിക്കണ്ട. ഇതിന്റെ അകത്തുള്ള ദേഹിയെ കൊല്ലാൻ, നശിപ്പിച്ചു കളയാൻ കഴിയുന്നവനെ ഭയപ്പെടണമെന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാരെ വിധിക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൂതന്മാരെ പോലും വിധിക്കാൻ ശക്തന്മാരായ നാം നിസാര കാര്യങ്ങളിൽ കഴിവുകെട്ടവരായി തീരരുത്. വളരെ ഭയത്തോടെ, ഉത്തരവാദിത്വത്തോടെ ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതിനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ആത്മശക്തിയും ദൈവകൃപയും ദൈവം നമുക്ക് നൽകും. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വീണുപോയ ദൂതന്മാരെ വിധിക്കുവാൻ കൂടെ ദൈവമക്കൾക്ക് അവകാശം ദൈവം വെച്ചിട്ടുണ്ട്. ശക്തന്മാരായ ദൂതന്മാർ പാപികൾ പറഞ്ഞ നിഷ്ഠൂരങ്ങൾ നിമിത്തം അവരെ ന്യായം വിധിക്കുവാൻ വേണ്ടി കടന്നു വരും. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരുണ്ട്. അവരെ വിധിക്കാനുള്ള അവകാശവും പദവിയും ദൈവമക്കൾക്കാണ് നൽകിയിരിക്കുന്നത്. 14-ാമത്തെ വാക്യം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് ഏവരെയും വിധിപ്പാനും അവർ എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, നിഷ്ഠൂരങ്ങളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ട പാപികളെയൊക്കെയും ന്യായം വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടും കൂടെ വന്നിരുന്നു. വിശുദ്ധന്മാരാണ് കടന്നു വരുന്നത്. ഈ ദുഷ്ടന്മാരെ, പാപികളെയൊക്കെ വിധിക്കുവാനും ലോകത്തെ വിധിക്കുവാനും, ഒപ്പം സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ, വാഴ്ച കാത്തുകൊള്ളാതെ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെയും കൂടെ വിധിപ്പാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുകയാണ്. ആകയാൽ നമ്മൾ നിസ്സാരന്മാരല്ല. ദൂതന്മാരെ പോലും വിധിക്കുവാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠമായ പദവി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി വളരെ ഉത്തരവാദിത്തോടെ, ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പാൻ ദൈവമായ കർത്താവെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം
2-ാം അധ്യായം 6-ാമത്തെ വാക്യം, കർത്താവിന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം, സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പീൻ. സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കിട്ടിയോ? ആ വാക്യം കിട്ടിയോ? കിട്ടി. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, കേക്കത്തില്ലേ? ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പി. ഇത് അവരുടെ നാശത്തിനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം മതി. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നടക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സുവിശേഷത്തിന് യോഗ്യതയല്ലാത്ത ഒരു സംസാരവും പ്രവർത്തനവും ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ള സംസാരവും വാക്കുകളും പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ നിസ്സാരന്മാരല്ല. വീണുപോയ ദൂതന്മാരെ പോലെ ന്യായം വിധിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ ഗണത്തിൽ നാം ആയിരിക്കുന്നുള്ള ചിന്തയോടുകൂടെ, ഉത്തരവാദിത്തോടുകൂടെ, ഭയഭക്തിയോടുകൂടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഈ പഠനം അതിന് ഓരോ ദിവസങ്ങളിലും അതിന് മുഖാന്തരമായി തീരട്ടെ. അന്ത്യകാലത്ത് ദൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വിശുദ്ധന്മാരെ ഒന്നിച്ചു ചേർക്കുവാനും ദുഷ്ടന്മാരെ ഒന്നിച്ചു ചേർത്ത് തീച്ചൂളയിലിട്ട് കളയുവാനും, അതിനുവേണ്ടിയും ദൂതന്മാർ ഇറങ്ങി വരും. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ഈ ദിവസങ്ങളിലൊന്നിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും, അനേകായിരം ദൂതന്മാരുമായി. ആ നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവമായ കർത്താവേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.